24 വർഷങ്ങൾക്ക് ശേഷം ആ വലിയ സത്യം അറിഞ്ഞ് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ സ്റ്റാൻലി. 24 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാൻലിയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റാൻലി മറന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് കരുതിയതാണ്. അപ്പോഴാണ് സ്റ്റാൻലിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും വലിയൊരു പ്രശ്നവുമായി ബാലചന്ദ്രൻ എത്തുന്നത്. സ്റ്റാൻലിക്ക് ഉറക്കമില്ലാതായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇടയ്ക്ക് സ്റ്റാൻലി ചിന്തിച്ചു ഒരുപക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞതായിരിക്കുമോ എന്ന്. പിന്നെയും സ്റ്റാൻലി ചിന്തിച്ചു ഇല്ല, ഒരിക്കലും ഒരു പറച്ചിൽ ഒരു കള്ളം ഉണ്ടതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ തെളിയിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും പാലായിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്ന് ഒരാൾ എന്നോട് കള്ളം പറയില്ല എന്നൊരു ഉറപ്പ് സ്റ്റാൻലിക്കുണ്ടായിരുന്നു. വൈജിയെ നഷ്ടപ്പെട്ടതിനേക്കാൾ വേദന ഇപ്പോഴാണ് തോന്നുന്നതെന്ന് സ്റ്റാൻലി ചിന്തിക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ മകൾ ഇത്രയും കാലം അനാഥാലയത്തിൽ ആരോരുമില്ലാതെ സ്നേഹം കിട്ടാതെ വളരേണ്ടി വന്നുവല്ലോ എന്നോർത്ത് സ്റ്റാൻലിക്ക് വല്ലാത്തൊരു കുറ്റബോധവും നെഞ്ചിൽ തളച്ചു കയറുന്നൊരു വേദനയുമാണ് ഉണ്ടായത്. സ്റ്റാൻലി ഓർക്കുകയായിരുന്നു വൈജിയുടെ വയറ്റിൽ അലീന വളരുമ്പോൾ ഓരോ ദിവസവും ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ആ കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞായിരിക്കുമോ എന്നൊക്കെ പല അഭിപ്രായങ്ങളും വൈജയന്തിയും സ്റ്റാൻലിയും കൂടെ പറയുന്നതും ഓരോ ദിവസവും ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളൊക്കെ സ്റ്റാൻലിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് കേട്ടോ. അത്രയും കാത്തിരുന്ന് അവസാനം ആ കുഞ്ഞിനെ കൊണ്ടുപോയി അനാഥാലയത്തിലിട്ട ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഗതികേട് എന്നൊക്കെ ഓർത്ത് സ്റ്റാൻലിയുടെ കണ്ണ് നിറയുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ അനാഥയാക്കി തീർത്തത് എൻ്റെയും വൈജിയുടെയും ചുറ്റിനുമുള്ള ദുഷ്ടന്മാരാണെന്ന് ഓർത്തപ്പോൾ സ്റ്റാൻലിക്ക് അവരെയൊക്കെ ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊന്നാലോ എന്ന് വരെ തോന്നിപ്പോവുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും. അന്ന് എന്നെയും വൈജിയെയും അകറ്റിയതിൽ എൻ്റെ വീട്ടുകാർക്കും നല്ല പങ്കുണ്ടാവും. ഇതെന്തായാലും അച്ഛനോട് ചോദിച്ചേ പറ്റുള്ളൂ. ഇന്ന് തന്നെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് സ്റ്റാൻലി വിചാരിക്കുകയാണ്. പെട്ടെന്ന് സ്റ്റാൻലി ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, ഞാനൊരു വണ്ടി അയക്കാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി ഫോൺ കട്ട് ചെയ്തു. തൻ്റെ മകന് കാര്യമായ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് സ്റ്റാൻലിയുടെ അച്ഛന് മനസ്സിലാവുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സ്റ്റാൻലിയെ തിരക്കി ഇവിടെ വന്ന ആ സുഹൃത്ത് എന്തെങ്കിലും സ്റ്റാൻലിയുടെ അടുത്ത് പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നമായോ എന്നൊക്കെ പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം പോകാൻ വേണ്ടി റെഡിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻലി അയച്ച വണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. വണ്ടിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് കേട്ടോ. തൻ്റെ മകന് ഒരിക്കലും ഒരു സമാധാന ജീവിതം ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് മുൻപും ശേഷവും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ജീവിതം സമാധാനമില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ അവൻ തനിച്ചു വന്ന് താമസിക്കുന്നത്. ഇപ്പോഴെന്താണാവോ പുതിയ പ്രശ്നം? അന്ന് വന്ന ആ സുഹൃത്തിന് അഡ്രസ്സ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും സ്റ്റാൻലിയുടെ അച്ഛൻ ചിന്തിച്ചു പോയി. സ്റ്റാൻലി അച്ഛനെയും കാത്ത് സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് സ്റ്റാൻലി അയച്ച വണ്ടി വീട്ടുമുറ്റത്ത് വന്നെത്തിയത്. സ്റ്റാൻലിയുടെ അച്ഛൻ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ തന്നെ മനസ്സിലായി കാര്യമായ എന്തോ പ്രശ്നത്തിലാണ് തൻ്റെ മകൻ പെട്ടിരിക്കുന്നതെന്ന്. മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഇന്ന് മദ്യപിച്ചിട്ടില്ല. അദ്ദേഹം വണ്ടിയിൽ നിന്ന് പെട്ടെന്നിറങ്ങി സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോനെ, എന്താ വിളിപ്പിച്ചേ? എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. ഉണ്ട്, പ്രശ്നമുണ്ട്. അച്ഛൻ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി അച്ഛനെയും കൂട്ടി അകത്തേക്ക് ചെന്നു. മദ്യക്കുപ്പിൽ നിന്നും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അച്ഛനെ നീട്ടുകയാണ് മദ്യം കേട്ടോ. അപ്പോൾ അച്ഛൻ സ്റ്റാൻലിയോട് ചോദിച്ചു, അതെന്താ നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. ഞാൻ ഇന്നെന്നല്ല 2-3 ദിവസമായി കഴിച്ചിട്ട്. ഞാനിപ്പോൾ മദ്യം കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. അതെന്താ അത്ഭുതം? 24 മണിക്കൂർ മദ്യപിക്കുന്നവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, പറ്റി, കാര്യമായിട്ട് തന്നെ പറ്റി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തിയത്. നമുക്ക് 24 വർഷങ്ങൾ പുറകിലേക്ക് പോകാം അച്ഛ എന്ന് സ്റ്റാൻലി പറയുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് നെറ്റി ചുളിയുകയാണ്. 24 വർഷങ്ങൾ പുറകിലേക്കോ? അതെന്തിനാ? നീ എന്താണ് ഉദ്ദേശിച്ചത്? അന്ന് എൻ്റെ കൂടെ ഞാൻ സ്നേഹിച്ച പെണ്ണുണ്ടായിരുന്നു. പാലാക്കാരി പെണ്ണ്, വൈജയന്തി എന്നായിരുന്നു അവളുടെ പേര്. അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്ന് തലയാട്ടി. മാസങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അതിനിടയിൽ അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് അവളുടെ വയറ്റിൽ 7 മാസം എത്തിയപ്പോൾ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. പിരിഞ്ഞെന്നല്ല പറയേണ്ടത്, ഞങ്ങൾ തമ്മിൽ പിരിച്ചു. അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായി. ചേടാ, നീ എന്തിനാടാ ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കുകയാണ്. സംസാരിക്കേണ്ട ആവശ്യമുണ്ടച്ചാ. എടാ മോനെ, അന്ന് നീ ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലായിരുന്നില്ലേ? എത്രയോ നാൾ നീ കോമ സ്റ്റേജിലായിരുന്നില്ലേ? ആ സമയത്ത് അവൾ കല്യാണം കഴിഞ്ഞ് പോയത് ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, ഇനിയും എന്നോട് കള്ളം പറയരുത്. അന്ന് അവളുടെ കല്യാണം കഴിഞ്ഞു പോയി എന്ന് എൻ്റെ മുമ്പിൽ അച്ഛനും ബാക്കി എല്ലാവരും കൂടെ വരുത്തി തീർത്തതല്ലേ? എന്തിനാണ് ഇപ്പോഴും എൻ്റെ മുഖത്തേക്ക് കള്ളം പറഞ്ഞച്ചാ? അതും എൻ്റെ ഈ പ്രായത്തിൽ. ഞാൻ അവളെ തേടി പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന് നാടകം കളിക്കരുത്. ആ നാടകം ഇനി അവസാനിപ്പിക്കണമെന്ന് സ്റ്റാലിൻ ദേഷ്യത്തോടെ പറയുകയാണ്. അത് മോനെ, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. എന്നിട്ട് എനിക്ക് നല്ല ഭാവി ഉണ്ടായോ അച്ഛാ? സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ.
അതെ, നിങ്ങൾ അന്ന് വിധിച്ച വിധി ഇപ്പോൾ എൻ്റെ തലയ്ക്ക് മീതെ വന്ന് ഇടുത്തിയ പോലെ നിൽക്കുകയാണ്. എന്താ സ്റ്റാൻലി, എന്താ നിൻ്റെ പ്രശ്നം? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എന്താണ് ഇത്രമാത്രം വേദനിക്കുന്നത്? ഇതിനു മുമ്പെങ്ങും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഇപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. എന്തു സത്യമാണ് വർഷങ്ങൾക്ക് ഇപ്പുറം നീ അറിഞ്ഞത് എന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. അതെ, അത് പറയാൻ വേണ്ടി തന്നെയാണ് അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തിയത്. അന്ന് വൈജയന്തി പ്രസവിച്ച കാര്യം അച്ഛൻ അറിഞ്ഞിരുന്നോ? അത് പിന്നെ അറിഞ്ഞിരുന്നു എന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ പറയുന്നത് കേട്ടോ. അദ്ദേഹം അതെല്ലാം മറച്ചു വെച്ച കാര്യമായത് കൊണ്ട് തന്നെ സ്റ്റാൻലി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും അച്ഛൻ അറിയോ? അതന്ന് ചാവിള്ളിയായിരുന്നല്ലോ, അത് മരിച്ചു എന്ന് അപ്പോൾ തന്നെ ഡോക്ടർ വിധി എഴുതിയിരുന്നു. സത്യമാണോ അച്ഛാ, മരിച്ചിരുന്നോ? സ്റ്റാൻലിയുടെ തറപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ അച്ഛന് പേടിയാവുകയാണ് കേട്ടോ. ഇവൻ സത്യങ്ങളൊക്കെ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. വീണ്ടും സ്റ്റാൻലി ചോദിച്ചു, നിങ്ങൾ എന്നാ കുഞ്ഞിനെ എന്ത് ചെയ്തു? അത് മോനെ, അന്ന് നമ്മളൊരു അനാഥാലയത്തിലാക്കുകയാണ് ചെയ്തത്. അതെവിടെയായിരുന്നു? അത് കഴക്കൂട്ടത്തുള്ള സ്നേഹനികേതനം എന്നൊരു അനാഥാലയത്തിലായിരുന്നു ആക്കിയത്. അവിടെ ഒരു ബ്രിജിത്ത എന്നു പേരുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഇത്രയും കാലം അച്ഛൻ എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? വർഷം എത്ര കടന്നുപോയി, ഞാനും അവളും പിരിഞ്ഞു കഴിഞ്ഞില്ലേ അച്ഛാ? ഒരു കുഞ്ഞിനെ, പാവം കുഞ്ഞിനെ അനാഥാലയത്തിലാക്കിയിട്ട് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? എൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞല്ലേ അനാഥാലയത്തിൽ കിടന്നത്? അത് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ അച്ഛൻ പറഞ്ഞു, അത് മോനെ, പിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആ കുഞ്ഞ് അനാഥാലയത്തിൽ വെച്ച് മരിച്ചു എന്ന്. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. അത് കേട്ടാൽ നിനക്ക് സങ്കടമാവില്ലേ? ആ കുഞ്ഞ് മരിച്ചെന്ന് ആരാണ് അച്ഛനോട് പറഞ്ഞതെന്ന് സ്റ്റാൻലി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സ്റ്റാൻലിയുടെ അച്ഛൻ പറഞ്ഞു, അത് മോനെ, അന്ന് ഞാൻ വൈജിയുടെ അച്ഛനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചതെന്ന്. പിന്നീട് ഞാൻ ആ വഴിക്ക് അന്വേഷിച്ചതുമില്ല. എന്നാൽ അച്ഛനൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. ആ കുഞ്ഞ് വളർന്നു വലുതായി. അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ പേര് അലീന. അവൾ അവളുടെ സ്വന്തം അമ്മയുടെ വീട്ടിൽ വേലക്കാരിയെ ജീവിക്കുകയാണ്. ഇത് കേട്ടതും സ്റ്റാൻലിയുടെ അച്ഛനാകെ വേർത്ത് കുളിച്ചു കേട്ടോ. അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ? സ്വന്തം അമ്മയുടെ കൂടെയോ? അവൾക്കറിയില്ലേ സ്വന്തം മകളാണെന്ന്? ഇല്ല എന്ന് മാത്രമല്ല, അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് അവളുടെ അമ്മ. എല്ലാ ക്രൂരതയും അവളോട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിന്നോടാരാണ് മോനെ ഇപ്പോൾ വന്ന് പറഞ്ഞത് എന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കാൻ കേട്ടോ. അത് പറഞ്ഞത് മറ്റാരുമല്ല, വൈജയന്തിയുടെ സ്വന്തം ഭർത്താവാണ്. വൈജയന്തിയുടെ സ്വന്തം ഭർത്താവോ? അങ്ങനെയാണെങ്കിൽ ഇതെന്തോ ചതിയാണ് മോനെ. അയാൾ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ കുട്ടി നിൻ്റെ സ്വന്തമാണെന്ന് എങ്ങനെ നമ്മൾ അറിയും? അതൊന്നുമല്ല അച്ഛാ, അതൊക്കെ തെളിയിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ മകൾ അയാളെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എന്താണ് അയാൾക്ക് വേണ്ടത് എന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കുകയാണ്. ഒന്നും വേണ്ട, എൻ്റെ മകളെ ഞാൻ അംഗീകരിക്കണം. അതിപ്പോൾ അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, അങ്ങനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല. ആ കുഞ്ഞിന് വേണമെങ്കിൽ ചിലവിന് കൊടുത്തോ, എവിടെയെങ്കിലും താമസിപ്പിക്കോ, ജോലി മേടിച്ചു കൊടുക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. അല്ലാതെ നീ ഏറ്റെടുക്കാൻ നിൽക്കണ്ട. നിൻ്റെ കുടുംബം നീ ഓർക്കണം. എനിക്ക് മക്കളൊക്കെ ഉണ്ട്, അതൊന്നും മറന്നു പോകരുത് എന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അച്ഛൻ കരുതുന്ന പോലെ എൻ്റെ പൈസയ്ക്ക് വേണ്ടിയല്ല അയാൾ എന്നെ തേടി വന്നത്. അയാൾക്ക് അവളെ സംരക്ഷിക്കാനുള്ള മനസ്സുമുണ്ട്, കഴിവുമുണ്ട്. അയാൾക്ക് വേണ്ടത് അവളെ അംഗീകരിക്കുന്ന ഒരു അച്ഛനെയാണ്. അല്ലാതെ അവൾക്ക് വേണ്ടി പൈസ ചിലവാക്കാനും അവൾക്ക് ജോലി മേടിച്ചെടുക്കാൻ വേണ്ടി ഒരാളെയല്ല. അതിനൊക്കെയുള്ള കഴിവ് ഇപ്പോൾ അവൾ അച്ഛനെ വിളിക്കുന്ന ആൾക്കുണ്ട്. സ്റ്റാൻലിയുടെ അച്ഛൻ്റെ മുഖഭാവം മാറി കേട്ടോ. സ്റ്റാൻലി, നീ ഇനി വേണ്ടത്തെ പണിക്ക് നിൽക്കരുത്. വർഷങ്ങൾക്ക് മുൻപ് നീ ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് നിന്നെ രക്ഷപ്പെടുത്തിയെടുത്തത്. ഇനിയും നീ വേണ്ടത്തെ പണിക്ക് നിൽക്കരുത്. കുടുംബത്തിൻ്റെ അഭിമാനത്തിനൊന്നും ചേർന്നതല്ല നീ ഇനി ചെയ്യാൻ പോകുന്ന പണി. അവളിപ്പോൾ അച്ഛൻ എന്ന് ഒരാളെ വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. നിനക്കൊരു മകളുണ്ടെന്ന് നീ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ അവൾ അവളുടെ അമ്മയുടെ അടുത്തല്ലേ. വൈകാതെ തന്നെ അവളുടെ അമ്മ അറിഞ്ഞോളും അവളുടെ സ്വന്തം മകളാണെന്നുള്ള കാര്യം. പിന്നീട് ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോളും. ഒരു അച്ഛൻ്റെ ആവശ്യമേ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിലവിലൊരു അച്ഛനുണ്ടല്ലോ. അതുകൊണ്ട് നീ അത് മറന്നേക്കെന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ സ്റ്റാൻലിക്ക് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലച്ചാ, ആർക്കൊക്കെ എന്തൊക്കെ നാണക്കേടുണ്ടായാലും വേണ്ടില്ല, ഇനി എനിക്ക് എൻ്റെ മകളെ തള്ളിക്കളയാൻ കഴിയില്ല. ഇത്രയും വർഷം എൻ്റെ മകൾ ഒരു അനാഥാലയത്തിൽ ആരുമില്ലാതെ കഴിഞ്ഞു. ഒരു പെറ്റമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല, ഒരച്ഛൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾക്ക് അച്ഛനെ കിട്ടിക്കാണും. പക്ഷേ ഇത്രയും നാളെ ഞാൻ അവളോട് ചെയ്തതിൻ്റെ കണക്ക് ആര് തീർക്കും? എങ്ങനെ തീർക്കും? കണക്ക് തീർക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് അവളോട് ഞാൻ ചെയ്തത്. ഇനിയെങ്കിലും എനിക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തേ പറ്റുള്ളൂ. ആര് തടഞ്ഞാലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരും. ആർക്ക് നാണക്കേടായാലും വേണ്ടില്ല, ആരെന്നെ ഉപേക്ഷിച്ചാലും വേണ്ടില്ല, എനിക്കിനി എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് സ്റ്റാൻലി ഉറപ്പിച്ച് പറയണം അച്ഛനോട്. സ്റ്റാൻലിയുടെ അച്ഛന് തിരിച്ചു പറയാനാകാത്ത അവസ്ഥയിലായിരുന്നു സ്റ്റാൻലിയുടെ മറുപടി കേട്ടോ. പ്രത്യേകിച്ച് വലിയൊരു ചതി സ്റ്റാൻലിയോട് ചെയ്തതുകൊണ്ടും സ്റ്റാൻലിയെ ചതി അറിഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിന് ഒരുപാട് നേരം പിടിച്ച് നിൽക്കാൻ സ്റ്റാൻലിയുടെ മുമ്പിൽ കഴിയില്ലായിരുന്നു. സ്റ്റാൻലി ഏതായാലും സ്വന്തം മകളെ കൂട്ടിക്കൊണ്ട് വരും എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു.
സ്റ്റാൻലി, നീ എന്ത് ചെയ്യുന്നതാണെങ്കിലും ആലോചിച്ച് ചെയ്യണം. നിൻ്റെ കുടുംബം നോക്കണം. നിനക്ക് മക്കളില്ലേ? അവർ നിനക്ക് എന്ത് വില തരും? എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സൊക്കെ നീ വിട്ടേക്കും. പക്ഷേ നിൻ്റെ കുടുംബവും നിൻ്റെ മക്കളെയും നിനക്ക് ഓർത്തൂടെ? അവരുടെ മുമ്പിൽ നിൻ്റെ വിലയൊക്കെ ഇടിഞ്ഞു പോവില്ലേ? ഇങ്ങനൊരു മകളുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും നിന്നെ വെറുക്കില്ലേ? അത് നീ ചിന്തിക്കാത്തത് എന്താണെന്ന് സ്റ്റാൻലിയുടെ അച്ഛൻ ചോദിക്കാൻ കേട്ടോ. അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അച്ഛാ. അലീന എങ്ങനെ ജനിച്ചതാണെങ്കിലും അവളും എൻ്റെ മകൾ തന്നെയല്ലേ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള മക്കളെപ്പോലെ തന്നെ അവൾക്കും എല്ലാത്തിനും അവകാശമുണ്ട്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. എനിക്ക് ബാലേന്ദ്രനെ വിളിക്കണം, സ്റ്റാൻലി ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ.